ആയുർവേദത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അത് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മൾ എനിക്ക് ജീവിതത്തിൽ ഭാഗമാണെന്ന് മനസ്സിലാക്കി. ആയുർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യം, വേദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവ്. അപ്പോൾ ഈ അറിവ് നമ്മളിൽ കെട്ടിപ്പെടാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളാണ് നിർദ്ദേശിക്കാൻ പറ്റുക? വളരെ നല്ലൊരു ചോദ്യം. ആയുർവേദം എന്ന് പറഞ്ഞത് വി അണ്ടർസ്റ്റുഡ് ഇറ്റ് ഈസ് ആയുർ ആൻഡ് വേദം. ഈ അറിവിലേക്ക് പണ്ട് ഉള്ള വളരെയധികം പ്രാധാന്യമുള്ള ഒരു മഹാഋഷി പതാഞ്ജലി ഈ ജീവിത മാർഗത്തിലേക്ക് വേണ്ടി ഏതൊരു മനുഷ്യനും ഇത് പാലിച്ചു കഴിഞ്ഞാൽ അവന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റും. അതിന് പറയുകയാണെങ്കിൽ അഷ്ട അംഗ യോഗ. യോഗ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സർക്കസും കാര്യങ്ങളും ഒക്കെ അതൊരു ചെറിയൊരു ഭാഗമാണ്. ആയുർവേദം ഞങ്ങൾ ചികിത്സാ മുറകൾ എന്ന് പറഞ്ഞ പോലെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് നല്ല ഇത് ചെയ്യാനുള്ള ഒരു വിദ്യയാണ് എക്സസൈസും ആസനാസും. ബട്ട് അഷ്ട അംഗ യോഗ എന്ന് പറഞ്ഞാൽ 8 limbs of yoga. ആ 8 limbs of യോഗയിൽ വെച്ചാൽ ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുതായാലും ചെറിയ കുഞ്ഞു മക്കളായാലും we only had a biological existence. ആ ഒരു സമയത്ത് അച്ഛനമ്മക്കായിക്കോട്ടെ ആർക്കും പറഞ്ഞുതരാൻ പറ്റില്ല, മോനെ നീ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ കാല് പൊന്തിക്കുക. ബോഡിയാണ് ഞങ്ങളെ പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബയോളജിക്കൽ എക്സിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ കുട്ടി എങ്ങനെ ഇവോൾവ് ചെയ്ത് നല്ലൊരു പേഴ്സണാലിറ്റി ആവേണ്ടിയിട്ടുള്ള ഒരു വിദ്യയാണ് അഷ്ടാംഗ യോഗ. അതില് യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. അതാണ് 8 limbs of yoga. അതില് ആദ്യത്തെ 2 limbs ആണ് യമ ആൻഡ് നിയമ. യമ എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യ, ആസ്തയ, ബ്രഹ്മചര്യ, അപാരിഗ്രഹ. ഈ 5 പ്രിൻസിപ്പിൾസ് ഒരു വ്യക്തി ഏതൊരു മനുഷ്യനായാലും ഫോളോ ചെയ്താൽ ലോകം, the world will love them. They will love them. They want to be with them because they become a very powerful magnet in their lives. രണ്ടാമത് നിയമങ്ങൾ. ഏതൊരു വ്യക്തിയും പാലിക്കേണ്ട നിയമങ്ങളാണ് സൗച്യം, സന്തോഷം, തപസ്, സ്വാധ്യായ, ഈശ്വര പ്രാണിധാനം. ഈ 5 റൂൾസും ഫോളോ ചെയ്താൽ you will enjoy life. This we'll discuss later more about.